Hi, I'm Shamir. Welcome back. Learn English through stories. Listening stories is a good way to learn English. This is not a wrong way to learn English. If you want to speak English, you have to practice. Unless you practice, you cannot speak English. I'm sure that this video will help you to learn English. മൈ നെയിംസ് എലിസബത്ത്. എൻ്റെ പേര് എലിസബത്ത് എന്നാണ്. ഐ ആം 23 ഇയേഴ്സ് ഓൾഡ്. എനിക്ക് 23 വയസ്സുണ്ട്. ഐ നീഡ് ടു ടെൽ യു. എനിക്ക് നിങ്ങളോട് പറയാനുണ്ട്. എബൌട്ട് എ ഗേൾ, ഒരു പെൺകുട്ടിയെപ്പറ്റി. നെയിംഡ് അരബല്ല. അരബല്ല എന്ന പേരുള്ള ഒരു പെൺകുട്ടിയെപ്പറ്റി എനിക്ക് നിങ്ങളോട് പറയാനുണ്ട്. ഷീ മൂവ്ഡ്, അവൾ മാറി. ഇൻ ടു അവർ അപ്പാർട്ട്മെൻറ്റ് ബിൽഡിംഗ്, ഞങ്ങളുടെ അപ്പാർട്ട്മെൻറ്റ് ബിൽഡിങ്ങിലേക്ക് അവൾ മാറി. മൂവ്ഡ് എന്നാൽ ഇവിടെ താമസം മാറി എന്നുള്ള അർത്ഥമാണ്, വീട് മാറി. ഷീ വാസ് എറൗണ്ട് മൈ ഏജ്, അവൾക്ക് ഏതാണ്ട് എൻ്റെ പ്രായമായിരുന്നു. എറൗണ്ട് എന്നാൽ ഏകദേശം, ഏതാണ്ട്. കൈൻഡ്, അനുകമ്പയുള്ളവളായിരുന്നു. ആൻഡ് കോൺഫിഡൻറ്റ്, ആത്മവിശ്വാസവും ഉള്ളവളായിരുന്നു. മൈ മദർ ലവ്ഡ് ഹർ, എൻ്റെ അമ്മ അവളെ സ്നേഹിച്ചിരുന്നു. മൈ മദർ സെഡ് ടു മീ, എൻ്റെ അമ്മ എന്നോട് പറഞ്ഞു. ലുക്ക് അറ്റ് അറബെല്ല, അറബെല്ലയെ നോക്കൂ. ഷീ ഈസ് സോ റെസ്പോൺസിബിൾ. റെസ്പോൺസിബിൾ എന്നാൽ ഉത്തരവാദിത്വ ബോധമുള്ള എന്നുള്ള അർത്ഥമാണ്. അവൾ വളരെ ഉത്തരവാദിത്വ ബോധം ഉള്ളവളാണ്. ഓർഗനൈസ്ഡ് എന്നാൽ ചിട്ടയുള്ള എന്നുള്ള അർത്ഥമാണ്. അവൾ വളരെ ചിട്ടയുള്ളവളാണ്. യു ഷുഡ് ലേൺ, നീ പഠിക്കണം. സംതിങ്, എന്തെങ്കിലും. ഫ്രം ഹർ, നീ എന്തെങ്കിലും കാര്യങ്ങൾ അവളിൽ നിന്നും പഠിക്കണം. ട്രൈ ടു ബി മോർ ലൈക്ക് ഹർ, അവളെപ്പോലെ ആകാൻ ശ്രമിക്കൂ. അവളെ കൂടുതൽ മാതൃകയാക്കാൻ ശ്രമിക്കൂ. ഇതൊക്കെയാണ് അർത്ഥം. ട്രൈ ടു ബി മോർ ലൈക്ക് ഹർ. ലൈക്ക് ഹർ എന്നാൽ അവളെപ്പോലെ. ട്രൈ ടു ബി എന്നാൽ ആകാൻ ശ്രമിക്കൂ. ഐ റോൾഡ് മൈ ഐസ് അറ്റ് ഫേസ്റ്റ്, ആദ്യം ഞാൻ കണ്ണുരുട്ടി. റോൾഡ് എന്നാൽ ഉരുട്ടി. ബട്ട് എന്നാൽ ആഫ്റ്റർ എ വൈൽ, അല്പ സമയത്തിന് ശേഷം. ഇറ്റ് ബിഗാൻ ടു ബോദർ മീ. ബോദർ എന്നാൽ അലോസരപ്പെടുത്തുക എന്നുള്ള അർത്ഥമാണ്. ബിഗാൻ എന്നാൽ തുടങ്ങി. കുറച്ച് കാലത്തിന് ശേഷം അത് എന്നെ അലോസരപ്പെടുത്താൻ തുടങ്ങി. ഐ ഡിഡിൻറ്റ് ഡിസ്ലൈക്ക് അരബെല്ല. ഡിസ്ലൈക്ക് എന്നാൽ വെറുക്കുക എന്നുള്ള അർത്ഥം. ഐ ഡിഡിൻറ്റ് ഡിസ്ലൈക്ക് അരബെല്ല, എനിക്ക് അവളോട് വെറുപ്പൊന്നും ഉണ്ടായിരുന്നില്ല. എനിക്ക് അരബെല്ലയോട് വെറുപ്പൊന്നും ഉണ്ടായിരുന്നില്ല. ഐ ഡിഡിൻറ്റ് ഈവൻ നോ ഹർ ദാറ്റ് വെൽ, എനിക്ക് അവളെ വളരെ നന്നായി അറിയുക പോലും ഇല്ലായിരുന്നു. ഐ ഡിഡിൻറ്റ് ഈവൻ നോ എന്നാൽ എനിക്ക് അറിയുക പോലും ഇല്ലായിരുന്നു. ഹർ അവളെ, ദാറ്റ് വെൽ എന്നാൽ നന്നായി. ബട്ട് പക്ഷേ, ഹിയറിങ് ഹെർ നെയിം ഓൾ ദ ടൈം മെയ്ഡ് മീ ആംഗ്രി. ഹിയറിങ് ഹെർ നെയിം, അവളുടെ പേര് കേൾക്കൽ. ഓൾ ദ ടൈം, എല്ലാ സമയത്തും അവളുടെ പേരുകൾ കേൾക്കൽ. മെയ്ഡ് മീ ആംഗ്രി, അത് എന്നെ ദേഷ്യപ്പെടുത്തി. മെയ്ഡ് മീ ആംഗ്രി എന്നാൽ എന്നെ രോക്ഷാകുലയാക്കി എന്നുള്ള അർത്ഥമാണ്. ഇറ്റ് ഹാഡ് ബീൻ 3 months സിൻസ് അരബെല്ല മൂവ്ഡ് ഇൻ. അരബെല്ല ഇവിടെ താമസിക്കാൻ വന്നിട്ട് 3 മാസം കഴിഞ്ഞിരുന്നു. വൺ ആഫ്റ്റർനൂൺ, ഒരു ദിവസം ഉച്ചതിരിഞ്ഞ സമയത്ത്. മൈ മദർ സെഡ്, എൻ്റെ അമ്മ പറഞ്ഞു. അരബെല്ലാസ് ബോയ് ഫ്രണ്ട്, അരബെല്ലയുടെ ബോയ് ഫ്രണ്ട്. ഹാഡ് പ്രപ്പോസ്ഡ്. പ്രപ്പോസ് എന്നാൽ വിവാഹാഭ്യർത്ഥന നടത്തുക. അരബെല്ലയുടെ ബോയ് ഫ്രണ്ട് വിവാഹാഭ്യർത്ഥന നടത്തിയിട്ടുണ്ട്. അരബെല്ല ഈസ് ഗെറ്റിംഗ് മാരീഡ് നെക്സ്റ്റ് മന്ത്. അടുത്ത മാസം അരബെല്ല വിവാഹിതയാവുകയാണ്. ഐ വാസ് ഷോക്ക്ഡ്, ഞാൻ നെട്ടിത്തരിച്ചു. ഐ ലുക്ക്ഡ് അറ്റ് മൈ മദർ, ഞാൻ എൻ്റെ അമ്മയെ നോക്കി. ഐ സെഡ്, ഞാൻ പറഞ്ഞു. വാട്ട്, എന്ത്. ഓൾറെഡി, എന്ത്, ഇത്ര നേരത്തെയോ. ഹൗ ഓൾഡ് ഈസ് ഷീ, അവൾക്ക് എത്ര വയസ്സുണ്ട്. മൈ മദർ സെഡ്, എൻ്റെ അമ്മ പറഞ്ഞു. ഷീ വാസ് 24, അവൾക്ക് 24 വയസ്സായിട്ടുണ്ട്. എൻ്റെ അമ്മ പറഞ്ഞു. ഐ കുഡിൻറ്റ് ബിലീവ് ഇറ്റ്. ബിലീവ് എന്നാൽ വിശ്വസിക്കുക. ഐ കുഡിൻറ്റ്, എനിക്ക് സാധിച്ചില്ല. ഐ കുഡിൻറ്റ് ബിലീവ് ഇറ്റ്, എനിക്ക് അത് വിശ്വസിക്കാൻ സാധിച്ചില്ല. അരബെല്ല വാസ് സോ യങ്, അരബെല്ല വളരെ ചെറുപ്പമായിരുന്നു. 2 weeks ലേറ്റർ, 2 ആഴ്ചകൾക്ക് ശേഷം. അരബെല്ല ഗോട്ട് മാരീഡ്, അരബെല്ല വിവാഹിതയായി. ഷീ വോർ എ ബ്യൂട്ടിഫുൾ വൈറ്റ് ഡ്രസ്. വെയർ എന്നാൽ ധരിക്കുക, അതിൻ്റെ പാസ്റ്റാണ് വോർ. അവൾ ധരിച്ചു ഒരു വെള്ള നിറത്തിലുള്ള വസ്ത്രം. ഷീ വോർ എ ബ്യൂട്ടിഫുൾ വൈറ്റ് ഡ്രസ്, അവൾ ഒരു വെള്ള നിറത്തിലുള്ള വസ്ത്രം ധരിച്ചു. ഷീ ലുക്ക്ഡ് ഹാപ്പി, അവളെ സന്തോഷവതിയായി കാണപ്പെട്ടു. ഐ ഡിഡിൻറ്റ് ടോക്ക് ടു അരബെല്ല മച്ച്. കൂടുതലൊന്നും ഞാൻ അരബെല്ലയോട് സംസാരിച്ചില്ല. സ്റ്റിൽ, അപ്പോഴും, എന്നിട്ടും. ഐ ഡിഡിൻറ്റ് വിഷ് ഹർ എനി ഹാം. ഐ ഡിഡിൻറ്റ് വിഷ്, ഞാൻ ആഗ്രഹിച്ചിരുന്നില്ല. ഹർ എനി ഹാം. ഹാം എന്നാൽ പരിക്കേൽക്കുക എന്നുള്ള അർത്ഥമാണ്.
മറ്റൊരർത്ഥം ഹാം എന്നാൽ ദോഷം സംഭവിക്കുക എന്നുള്ള അർത്ഥമാണ്. അവൾക്ക് ഒരു ദോഷവും വരണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നില്ല. ഐ ഹോപ്ഡ് തിങ്സ് വുഡ് ഗോ വെൽ ഫോർ ഹെർ. വെൽ എന്നാൽ നന്നായി. അവളുടെ കാര്യങ്ങൾ നന്നായി സംഭവിക്കട്ടെ, അവളുടെ ജീവിതം സുഖമായിരിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിച്ചു. 2 days later, 2 ദിവസങ്ങൾക്ക് ശേഷം, എവറിത്തിങ് ചേഞ്ച്ഡ്, എല്ലാം മാറിമറിഞ്ഞു. ഐ കെയിം ഹോം, ഞാൻ വീട്ടിലേക്ക് വന്നു. ഫ്രം വർക്ക് ദാറ്റ് ഈവനിങ്, അന്ന് വൈകുന്നേരം ജോലി കഴിഞ്ഞ് ഞാൻ വീട്ടിലെത്തി. ഐ ഓപ്പൺഡ് ദ ഡോർ, ഞാൻ വാതിൽ തുറന്നു. ഐ ഓപ്പൺഡ് ദ ഡോർ ടു അവർ അപ്പാർട്ട്മെൻറ്റ് ആൻഡ് ദർ ഷീ വാസ്. ഞങ്ങളുടെ അപ്പാർട്ട്മെൻറ്റിലെ വാതിൽ തുറന്ന് ഞാൻ അകത്തേക്ക് പോയി. അവിടെ അവൾ ഉണ്ടായിരുന്നു. ദർ അവിടെ, ഷീ വാസ് അവൾ അവിടെ ഉണ്ടായിരുന്നു. അരബെല്ല സിറ്റിംഗ് ഓൺ അവർ കൗച്ച് ഇൻ അവർ ലിവിംഗ് റൂം, ഞങ്ങളുടെ സ്വീകരണ മുറിയിൽ കൗച്ചിൽ, കൗച്ച് എന്ന ചെറിയ ഇരിപ്പിടം, അവിടെ അരബെല്ല ഇരിക്കുന്നുണ്ട്. ഐ ഫ്രോസ്, ഞാൻ മരവിച്ചു പോയി. ഹെർ ഫേസ് വാസ് പെയിൽ, പെയിൽ എന്നാൽ വിളറിയ എന്നുള്ള അർത്ഥമാണ്. അവളുടെ മുഖം വിളറിയിട്ടുണ്ടായിരുന്നു. ഹെർ ഐസ്, അവളുടെ കണ്ണുകൾ, വേർ റെഡ്, അവളുടെ കണ്ണുകൾ ചുവപ്പ് നിറമായിരുന്നു. ആൻഡ് സ്വാലൻ, സ്വാലൻ എന്നാൽ ചീർത്ത എന്നുള്ള അർത്ഥമാണ്. അവളുടെ കണ്ണുകൾ ചീർത്തിട്ടുണ്ടായിരുന്നു. അവളുടെ കണ്ണുകൾക്ക് ചുവപ്പ് നിറവും ആയിരുന്നു. ഷീ ഹാഡ് ബീൻ ക്രൈയിങ്, അവൾ കരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. മൈ മദർ വാസ് സിറ്റിംഗ് ബിസൈഡ് ഹെർ, ബിസൈഡ് എന്നാൽ അരികെ. എൻ്റെ അമ്മ അവളുടെ അടുത്ത് ഇരിക്കുകയായിരുന്നു. ഷീ വാസ് ക്രൈയിങ് ടു, അമ്മയും കരയുകയായിരുന്നു. നെക്സ്റ്റ് ടു ദം, അവർക്കടുത്തായിട്ട്. നെക്സ്റ്റ് എന്നാൽ അടുത്ത്, അവർക്ക് അടുത്തായിട്ട്. നെക്സ്റ്റ് ടു ദം വാസ് അരബെല്ലാസ് മദർ, അവർക്ക് അടുത്തായിട്ട് അരബെല്ലയുടെ അമ്മയും ഉണ്ടായിരുന്നു. ഷീ വാസ് ഹോൾഡിംഗ് മൈ മദേഴ്സ് ഹാൻഡ്, അരബെല്ലയുടെ അമ്മ എൻ്റെ അമ്മയുടെ കൈ പിടിച്ചിട്ടുണ്ട്. പീപ്പിൾ ഫ്രം ദ ബിൽഡിംഗ് ബിഗാൻ ടു ഗ്യാദർ, ഗ്യാദർ എന്നാൽ ഒരുമിക്കുക എന്നുള്ള അർത്ഥമാണ്. ബിഗാൻ എന്നാൽ തുടങ്ങി. ആ കെട്ടിടത്തിൽ നിന്നും ആളുകൾ ഒരുമിച്ച് കൂടാൻ തുടങ്ങി. ദ വേർഡ് ഹാഡ് സ്പ്രെഡ് ക്വിക്ക്ലി, അവൾ പെട്ടെന്ന് വന്നു എന്നുള്ള കാര്യം അവിടെ പെട്ടെന്ന് പടർന്നിട്ടുണ്ടായിരുന്നു. ദ ബ്രൈഡ്, ബ്രൈഡ് എന്നാൽ വധു. ഹാഡ് കം ബാക്ക്, തിരിച്ചു വന്നിട്ടുണ്ട്. ഓൺ ദ 3rd day, മൂന്നാമത്തെ ദിവസം തന്നെ. ഓഫ് ഹെർ മാരേജ്, അവളുടെ വിവാഹത്തിൻ്റെ മൂന്നാമത്തെ ദിവസം തന്നെ വധു തിരിച്ചു വന്നിട്ടുണ്ട്. ഈ വാർത്ത അവിടെയാകെ പടർന്നു. മൈ മദർ ലുക്ക്ഡ് അപ്പ് ആൻഡ് സോ മീ, എൻ്റെ അമ്മ മുഖം ഉയർത്തി എന്നെ നോക്കി. ഹെർ ഐസ് വെർ ഫുൾ ഓഫ് ടിയേഴ്സ്, അമ്മയുടെ കണ്ണുകളിൽ കണ്ണുനീർ നിറഞ്ഞിരുന്നു. ഷീ സെഡ്, അമ്മ പറഞ്ഞു, ഗോ ടു യുവർ റൂം, നിൻ്റെ റൂമിലേക്ക് പോകൂ. ഐ നോട്ടഡ്, ഞാൻ തല കുലുക്കി. ഐ ഡിഡൻറ്റ് ആസ്ക്, ഞാൻ ചോദിച്ചില്ല. എനി ക്വസ്റ്റ്യൻസ്, ഒരു ചോദ്യവും ഞാൻ ചോദിച്ചില്ല. ഐ ഡിഡൻറ്റ് ആസ്ക് എനി ക്വസ്റ്റ്യൻസ്, ഒരു ചോദ്യങ്ങളും ഞാൻ ചോദിച്ചില്ല. ഐ ജസ്റ്റ് ടേൺഡ് ആൻഡ് വോക്ക് ഡൗൺ ദ ഹാൾ, ഞാൻ ഒന്നും പറയാതെ തിരിഞ്ഞ് ഇടനാഴിയിലൂടെ നടന്നു പോയി. എവരി വൺ വാണ്ടഡ് ടു നോ, എല്ലാവർക്കും അറിയണമായിരുന്നു. വാട്ട് ഹാഡ് ഹാപ്പൻഡ്, എന്തായിരുന്നു സംഭവിച്ചിട്ടുള്ള കാര്യം എന്നുള്ളത് എല്ലാവർക്കും അറിയണമായിരുന്നു. എവരി വൺ ഹാഡ് അഡ്വൈസ്, എല്ലാവർക്കും ഉപദേശങ്ങളുണ്ടായിരുന്നു. അഡ്വൈസ് എന്നുള്ളത് ഒരു അൺകൗണ്ടബിൾ നൗണാണ്. ഒരു ഉപദേശമാണെങ്കിലും ഒന്നിൽ കൂടുതൽ ഉപദേശങ്ങളുണ്ടെങ്കിലും അഡ്വൈസ് എന്ന് തന്നെയാണ് പറയുക. അഡ്വൈസസ് എന്ന് പറയാറില്ല. ദേ ട്രൈഡ്, അവർ ശ്രമിച്ചു. ടു ടോക്ക് ടു അരബെല്ല, അരബെല്ലയോട് സംസാരിക്കാൻ അവർ ശ്രമിച്ചു. ദേ ടോൾഡ്, അവർ പറഞ്ഞു. ഹെ, അവളോട്. ദേ ടോൾഡ് ഹെ, അവർ അവളോട് പറഞ്ഞു. വാട്ട് ഷീ ഷുഡ് ഹാവ് ഡൺ, അവൾ എന്തൊക്കെ കാര്യങ്ങൾ അവൾ ചെയ്യണമായിരുന്നു. വാട്ട് ഷീ ഷുഡൻറ്റ് ഹാവ് ഡൺ, അവൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പാടില്ലായിരുന്നു. ഇതൊക്കെ അവളോട് അവർ പറഞ്ഞു. വാട്ട് വാസ് റൈറ്റ്, എന്താണ് ശരി. വാട്ട് വാസ് റോങ്, എന്തൊക്കെ കാര്യങ്ങളാണ് തെറ്റ്. ഇതെല്ലാം അവിടെ ഉണ്ടായിരുന്ന ആളുകൾ അവളോട് പറഞ്ഞു. ബട്ട് പക്ഷേ, നോ വൺ, ഒരാളും ടോൾഡ് മീ, ഒരാളും എന്നോട് പറഞ്ഞില്ല. എനിത്തിങ്, ഒന്നും. നോ വൺ ടോൾഡ് മീ എനിത്തിങ്, ആരും എന്നോട് ഒന്നും പറഞ്ഞില്ല. മേ ബി, ഒരു പക്ഷേ. ദേ തോട്ട്, അവർ കരുതിയേക്കാം. ഐ വാസ് ടു യങ്, എനിക്ക് വളരെ ചെറുപ്പമാണെന്ന് അവർ കരുതിയേക്കാം. മേ ബി, ചിലപ്പോൾ. ദേ തോട്ട്, അവർ കരുതിയേക്കാം. ഐ വുഡൻറ്റ് അണ്ടർസ്റ്റാൻഡ്, എനിക്ക് മനസ്സിലായേക്കുകയില്ല എന്ന് അവർ കരുതിയേക്കാം. സോ അതുകൊണ്ട് ഐ സ്റ്റേഡ് ക്വയറ്റ്, ഞാൻ നിശബ്ദമായി നിന്നു. ദെൻ വൺ ഈവനിങ്, പിന്നീട് ഒരു ദിവസം വൈകുന്നേരം.
ഐ ഹേർഡ് ഞാൻ കേട്ടു മൈ പേരൻസ് ടോക്കിംഗ് എൻ്റെ മാതാപിതാക്കൾ സംസാരിക്കുന്നത് ഒരു ദിവസം വൈകുന്നേരം ഞാൻ കേട്ടു. ഐ വാസ് ഇൻ മൈ റൂം ഞാൻ എൻ്റെ റൂമിലായിരുന്നു. ദ ഡോർ വാസ് സ്ലൈറ്റ്ലി ഓപ്പൺ. സ്ലൈറ്റ്ലി എന്നാൽ അല്പം എന്നുള്ള അർത്ഥമാണ്. അല്പമായി. വാതിൽ അല്പമായി തുറന്നു കിടക്കുകയായിരുന്നു. മൈ മദർ എൻ്റെ അമ്മ. മൈ മദർ വാസ് ടോക്കിംഗ് ടു മൈ ഫാദർ എൻ്റെ അമ്മ എൻ്റെ അച്ഛനോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. മൈ മദർ വാസ് ടോക്കിംഗ് ടു മൈ ഫാദർ. ഷീ സെഡ് അമ്മ പറഞ്ഞു ടുമോറോ നിങ്ങൾ യു നീഡ് ടു ഗോ ടു അരബെല്ലാസ് ഇൻലോസ്. ഇൻലോസ് എന്നാൽ വിവാഹശേഷമുള്ള ബന്ധങ്ങളാണ്. അരബെല്ലയുടെ ഭർത്താവിൻ്റെ ബന്ധുക്കളുടെ വീട്ടിലേക്ക് നിങ്ങൾ നാളെ പോകണം. ടോക്ക് ടു ദം അവരോട് സംസാരിക്കുക. ആസ്ക് ദം അവരോട് ആവശ്യപ്പെടുക. ടു ടേക്ക് ഹെർ ബാക്ക് അവളെ തിരിച്ചെടുക്കാൻ അവരോട് ആവശ്യപ്പെടുക. മിസ്റ്റേക്സ് ഹാപ്പൻ തെറ്റുകൾ സംഭവിക്കാറുണ്ട്. ദർ ഹാസ് ടു ബി സം കൈൻഡ് ഓഫ് സൊല്യൂഷൻ. സൊല്യൂഷൻ എന്നാൽ പ്രതിവിധി, പരിഹാരം. ദർ ഹാസ് ടു ബി എന്നാൽ ഉണ്ടായിരിക്കണം എന്നുള്ള അർത്ഥമാണ്. സം കൈൻഡ് ഓഫ് എന്നാൽ എന്തെങ്കിലും ഒരു തരത്തിലുള്ള, എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടായിരിക്കണം. മാരേജ് ഡോണ്ട് ജസ്റ്റ് എൻഡ് ലൈക്ക് ദിസ്. ലൈക്ക് ദിസ് എന്നാൽ ഇതുപോലെ. വിവാഹബന്ധങ്ങൾ ഇങ്ങനെ പെട്ടെന്ന് അവസാനിക്കാൻ പാടില്ല. ഇങ്ങനെ അവസാനിക്കുന്നതല്ല വിവാഹബന്ധങ്ങൾ. മൈ ഫാദർ അഗ്രീഡ് എൻ്റെ അച്ഛൻ സമ്മതിച്ചു. ഹി സെഡ് അദ്ദേഹം പറഞ്ഞു. ഹി വുഡ് ഗോ അദ്ദേഹം പോകുമെന്ന് എൻ്റെ അച്ഛൻ പറഞ്ഞു. ദ നെക്സ്റ്റ് മോർണിംഗ് അടുത്ത ദിവസം രാവിലെ. ദേ ലെഫ്റ്റ് അവർ പോയി. ഐ സ്റ്റേഡ് ഹോം ഞാൻ വീട്ടിലിരുന്നു. അരബെല്ല വാസ് അപ്സ്റ്റേഴ്സ് വിത്ത് ഹെർ ബ്രദർ. അപ്സ്റ്റേഴ്സ് എന്നാൽ മുകൾ തട്ട്. വിത്ത് ഹെർ ബ്രദർ എന്നാൽ അവളുടെ സഹോദരൻ്റെ കൂടെ. അരബെല്ല അവളുടെ സഹോദരൻ്റെ കൂടെ മുകളിലത്തെ നിലയിലായിരുന്നു. ഐ ഡിഡ്ന്റ് ഹാവ് ദ കറേജ് എനിക്ക് ധൈര്യമില്ലായിരുന്നു. ടു ഗോ അപ്പ് ദ അവിടെ മുകളിലേക്ക് പോകാൻ എനിക്ക് ധൈര്യമില്ലായിരുന്നു. ഐ ഡിഡ്ന്റ് ഹാവ് ദ കറേജ് എനിക്ക് ധൈര്യമില്ലായിരുന്നു. ടു ആസ്ക് ഹെർ അവളോട് ചോദിക്കാൻ. വാട്ട് ഹാഡ് ഹാപ്പൻഡ് എന്താണ് സംഭവിച്ചത് എന്ന് അവളോട് ചോദിക്കാൻ എനിക്ക് ധൈര്യം ഇല്ലായിരുന്നു. സോ അതുകൊണ്ട് ഐ സ്റ്റേഡ് ഡൗൺ സ്റ്റേഴ്സ്. ഡൗൺ സ്റ്റേഴ്സ് എന്നാൽ താഴത്തെ നില. അതുകൊണ്ട് ഞാൻ താഴത്തെ നിലയിൽ നിന്നു. വെയിറ്റിംഗ് കാത്തിരുന്നു. പ്രേയിങ് പ്രാർത്ഥിച്ചുകൊണ്ട്. വെയിറ്റിംഗ് പ്രേയിങ് ദാറ്റ് പ്രാർത്ഥിച്ചുകൊണ്ട്, ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട്. ദേ വുഡ് കം അവർ വന്നേക്കണം. ബാക്ക് ദേ വുഡ് കം ബാക്ക് അവർ തിരിച്ചു വന്നേക്കണം. വിത്ത് ഗുഡ് ന്യൂസ് നല്ല വാർത്തയുമായിട്ട് അവർ തിരിച്ചു വന്നേക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ താഴത്തെ നിലയിൽ കാത്തിരുന്നു. ദേ റിട്ടേൺഡ് അവർ തിരിച്ചു വന്നു. ഇൻ ദി ഈവനിങ് വൈകുന്നേരം അവർ തിരിച്ചു വന്നു. ഐ വാസ് സിറ്റിംഗ് ഓൺ ദ കൗച്ച് ഞാൻ കൗച്ചിൽ ഇരിക്കുകയായിരുന്നു. വെൻ ആ സമയത്ത്. വെൻ ദ ഡോർ ഓപ്പൺഡ് ആ സമയത്ത് വാതിൽ തുറക്കപ്പെട്ടു. ഐ ലുക്ക്ഡ് അപ്പ് ഞാൻ മുകളിലേക്ക് നോക്കി. അരബെല്ലാസ് മദർ അരബെല്ലയുടെ അമ്മ. വാസ് ഹോൾഡിംഗ് പിടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എ വൈറ്റ് ബെഡ്ഷീറ്റ് ഒരു വെള്ള നിറത്തിലുള്ള ബെഡ്ഷീറ്റ്. ഇൻ ഹെർ ഹാൻഡ്സ് അവളുടെ കൈകളിൽ. അരബെല്ലയുടെ അമ്മ അവളുടെ കയ്യിൽ ഒരു വെള്ള ബെഡ്ഷീറ്റ് പിടിച്ചു നിൽക്കുന്നുണ്ടായിരുന്നു. ഹെർ ഫേസ് വാസ് ഫുൾ ഓഫ് ആങ്കർ. ആങ്കർ എന്നാൽ ദേഷ്യം. അവളുടെ മുഖത്ത് മുഴുവൻ ദേഷ്യമായിരുന്നു. ഷീ യെൽഡ് അറ്റ് അരബെല്ല. യെൽ എന്നാൽ അർത്ഥം ആക്രോശിക്കുക എന്നുള്ള അർത്ഥമാണ്. അവളുടെ അമ്മ അരബെല്ലയോട് ആക്രോശിച്ചു. ഷീ സ്ക്രീംഡ് അറ്റ് ഹെർ. സ്ക്രീം എന്നാൽ അലറിക്കരയുക. അരബെല്ലയോട് അവളുടെ അമ്മ അലറിക്കരഞ്ഞു. ആൻഡ് ദെൻ ശേഷം. ഷീ സെഡ് സംതിങ് അവളുടെ അമ്മ ഒരു കാര്യം പറഞ്ഞു. ഐ വിൽ നെവർ ഫോർഗെറ്റ്. ഫോർഗെറ്റ് എന്നാൽ മറക്കുക. ഞാൻ ഒരിക്കലും മറക്കാത്ത ഒരു കാര്യം അവളുടെ അമ്മ അവളോട് പറഞ്ഞു. ഐ വിൽ നെവർ ഫോർഗെറ്റ് എന്നാൽ ഞാൻ ഒരിക്കലും മറക്കുകയില്ല എന്നുള്ള അർത്ഥമാണ്. ഷീ സെഡ് അവൾ പറഞ്ഞു. ഇറ്റ് വുഡ് ഹാവ് ബീൻ ബെറ്റർ നന്നായേനെ. ഇഫ് ഗേൾസ് ലൈക്ക് അരബെല്ല വേർ നെവർ ബോൺ. ലൈക്ക് എന്നാൽ പോലെ. വേർ നെവർ ബോൺ എന്നാൽ ഒരിക്കലും ജനിക്കാതിരിക്കുക. അരബെല്ലയെ പോലത്തെ പെൺകുട്ടികൾ ഒരിക്കലും ജനിക്കാതിരുന്നെങ്കിൽ നന്നായേനെ. ഐ ഷുഡ് നെവർ ഹാവ് ഹാഡ് എ ഡോട്ടർ. ഐ ഷുഡ് നെവർ ഹാവ് ഹേഡ് ഇതിനർത്ഥം ഒരിക്കലും എനിക്ക് ഉണ്ടാകാൻ പാടില്ലായിരുന്നു എന്നുള്ള അർത്ഥമാണ്. ഒരു മകൾ എനിക്ക് ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലായിരുന്നു. ഐ ഷുഡ് നെവർ ഹാവ് ഹേഡ് എ ഡോട്ടർ. ഇറ്റ് വുഡ് ഹാവ് ബീൻ ബെറ്റർ നന്നായേനെ. ഇഫ് യു ഹാഡ് ഡൈഡ് നീ
നീ മരണപ്പെട്ടിട്ടുണ്ടായിരുന്നെങ്കിൽ എന്നുള്ള അർത്ഥമാണ്. ഇഫ് യു ഹാഡ് ഡൈഡ്, നീ മരണപ്പെട്ടിട്ടുണ്ടായിരുന്നെങ്കിൽ. വിത്ത് യുവർ ഫാദർ, നിൻ്റെ അച്ഛൻ്റെ കൂടെ നീ മരണപ്പെട്ടിട്ടുണ്ടായിരുന്നെങ്കിൽ വളരെ നന്നായേനെ. മൈ ഹാർട്ട് സ്റ്റോപ്ഡ്, എൻ്റെ ഹൃദയം നിലച്ചു. ഐ കുഡിൻറ്റ് ബിലീവ്, എനിക്ക് വിശ്വസിക്കാൻ സാധിച്ചില്ല. വാട്ട് ഐ വാസ് ഹിയറിങ്, ഞാൻ എന്താണ് കേട്ടത്, ഞാൻ കേൾക്കുന്നുണ്ടായിരുന്ന കാര്യം എനിക്ക് വിശ്വസിക്കാൻ സാധിച്ചില്ല. മൈ മദർ ലുക്ക്ഡ് അറ്റ് മീ, എൻ്റെ അമ്മ എന്നെ നോക്കി. ആൻസേർഡ്, നോക്കിക്കൊണ്ട് പറഞ്ഞു. ടേക്ക് അരബെല്ല അപ്സ്റ്റേഴ്സ്, അരബെല്ലയെ മുകളിലേക്ക് കൊണ്ടുപോ. ഐ നോഡഡ്, ഞാൻ തലയാട്ടി. ഐ സ്റ്റുഡ് അപ്പ്, ഞാൻ എഴുന്നേറ്റു. ആൻഡ് വാക്ക്ഡ് ഓവർ ടു അരബെല്ല, എന്നിട്ട് അരബെല്ലയുടെ അടുത്തേക്ക് നടന്നു പോയി. ഐ ജെന്റ്ലി ടുക്ക് ഹെർ ബൈ ദ ആം, ഞാൻ അവളുടെ കയ്യിൽ മൃദുവായി പിടിച്ചു. ആൻഡ് ലെഡ് ഹെർ, ലെഡ് എന്നാൽ കൊണ്ടുപോയി എന്നുള്ള അർത്ഥമാണ്, നയിച്ചു എന്നുള്ള അർത്ഥമാണ്. അവളെ നയിച്ചു. ടുവേർഡ് ദ സ്റ്റെയേഴ്സ്, സ്റ്റെയേഴ്സ് എന്നാൽ കോണിപ്പടി. ഞാൻ അവളുടെ കൈകളിൽ പിടിച്ച് മൃദുവായി പിടിച്ച് അവളെ പടിക്കെട്ടിലേക്ക് കൊണ്ടുപോയി. ഐ സ്റ്റിൽ ഡിഡിൻറ്റ് നോ, എനിക്ക് അപ്പോഴും അറിയുമായിരുന്നില്ല. വാട്ട് ഹാഡ് കോസ്ഡ് ഓൾ ഓഫ് ദിസ്, ഇതിനെയെല്ലാം എന്താണ് കാരണമായത് എന്ന് എനിക്ക് അപ്പോഴും അറിയുമായിരുന്നില്ല. നോ വൺ ഹാഡ് ടോൾഡ് മീ, ആരും എന്നോട് പറഞ്ഞിട്ടില്ലായിരുന്നു. അരബെല്ലാസ് മദർ, അരബെല്ലയുടെ അമ്മ ഡിഡിൻറ്റ് സ്റ്റോപ്പ് അറ്റ് വേർഡ്സ്, അരബെല്ലയുടെ അമ്മ വാക്കുകളിൽ നിർത്തിയില്ല. ഷീ റേസ്ഡ്, റേസ് എന്നാൽ ഉയർത്തുക എന്നുള്ള അർത്ഥമാണ്. ഷീ റേസ്ഡ് ഹെർ ഹാൻഡ്, അവൾ അവളുടെ കൈ ഉയർത്തി. അരബെല്ലയുടെ അമ്മ അവളുടെ കൈ ഉയർത്തി. ഷീ സ്ലാപ്ഡ് അരബെല്ല, സ്ലാപ്പ് എന്നാൽ അടിക്കുക, മുഖത്തടിക്കുക. ഷീ സ്ലാപ്ഡ് അരബെല്ലയുടെ മുഖത്ത് അടിച്ചു. റൈറ്റ് അക്രോസ് ദ ഫേസ്, അവളുടെ അമ്മ അരബെല്ലയുടെ കവിളിൽ ശക്തിയായി ഒരു അടി നൽകി. അരബെല്ല ഡിഡിൻറ്റ് ഫൈറ്റ് ബാക്ക്, അരബെല്ല തിരിച്ച് അടിച്ചില്ല, അതായത് അരബെല്ല തിരിച്ച് പ്രതികരിച്ചില്ല, എതിർത്തില്ല. ഷീ ഡിഡിൻറ്റ് ഡിഫെൻഡ് ഹെർസെൽഫ്, ഡിഫെൻഡ് എന്നാൽ പ്രതിരോധിക്കുക, അവൾ അവളെ പ്രതിരോധിച്ചില്ല. ഷീ ജസ്റ്റ് സ്റ്റുഡ് ദർ ക്രൈയിങ്, കരഞ്ഞുകൊണ്ട് അവൾ അവിടെ നിൽക്കുക മാത്രമേ ചെയ്തുള്ളൂ. മൈ മദർ, എൻ്റെ അമ്മ ക്വിക്ക്ലി, പെട്ടെന്ന്. സ്റ്റെപ്പ് ബിറ്റ്വീൻ ദം എന്നാൽ അവർക്കിടയിൽ, സ്റ്റെപ്ഡ് എന്നാൽ നിന്നു. എൻ്റെ അമ്മ പെട്ടെന്ന് അവർക്ക് ഇടയിൽ നിന്നു. ഷീ ടോൾഡ് മീ, അമ്മ എന്നോട് പറഞ്ഞു. ടു ടേക്ക് അരബെല്ല ബാക്ക് ഡൗൺ സ്റ്റേഴ്സ്, അരബെല്ലയെ വീണ്ടും താഴേക്ക് കൊണ്ടുപോകാൻ അവൾ എന്നോട് പറഞ്ഞു, അമ്മ എന്നോട് പറഞ്ഞു. ഷീ സെഡ്, അമ്മ പറഞ്ഞു. ഷീ വുഡ് ഹാൻഡിൽ അരബെല്ലാസ് മദർ, അരബെല്ലയുടെ അമ്മയുടെ കാര്യം എൻ്റെ അമ്മ നോക്കിക്കോളാമെന്ന് എന്നോട് പറഞ്ഞു. ഹാൻഡിൽ എന്നാൽ കൈകാര്യം ചെയ്യുക. സോ അതുകൊണ്ട് ഐ ബ്രോട്ട് അരബെല്ല ഡൗൺ, ബ്രോട്ട് എന്നാൽ കൊണ്ടുവന്നു. അതുകൊണ്ട് ഞാൻ അരബെല്ലയെ അടിയിലേക്ക് കൊണ്ടുവന്നു. ഐ ഗേവ് ഹെർ, ഞാൻ അവൾക്ക് നൽകി. എ ഗ്ലാസ് ഓഫ് വാട്ടർ, ഒരു ഗ്ലാസ് വെള്ളം ഞാൻ അവൾക്ക് നൽകി. ഐ ആസ്ക്ഡ്, ഞാൻ ചോദിച്ചു. ഇഫ് ഷീ വാസ് ഓൾ റൈറ്റ്, അവൾക്ക് സുഖമാണോ, കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് ഞാൻ അവളോട് ചോദിച്ചു. അരബെല്ല ഡിഡിൻറ്റ് ആൻസർ, അരബെല്ല മറുപടി പറഞ്ഞില്ല. ഷീ ജസ്റ്റ് സ്റ്റേർഡ് അറ്റ് ദ ഫ്ലോർ, ഫ്ലോർ എന്നാൽ തറ, അവൾ തറയിലേക്ക് തുറിച്ചു നോക്കുക മാത്രമേ ചെയ്തുള്ളൂ. ഹെർ ഹാൻഡ്സ് വെർ ഷേക്കിംഗ്, അവളുടെ കൈകൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു. ആഫ്റ്റർ എ ഫ്യൂ മിനിറ്റ്സ്, കുറച്ച് മിനിറ്റുകൾക്ക് ശേഷം. ഐ ആസ്ക്ഡ് അഗെയിൻ, ഐ ആസ്ക്ഡ് ഞാൻ ചോദിച്ചു. അവളോട് അഗെയിൻ വീണ്ടും. കുറച്ച് മിനിറ്റുകൾക്ക് ശേഷം ഞാൻ അവളോട് വീണ്ടും ചോദിച്ചു. ഐ ആസ്ക്ഡ് ഞാൻ ചോദിച്ചു. ഇഫ് ഷീ കുഡ് ടെൽ മീ വാട്ട് ഹാഡ് ഹാപ്പൻഡ്, എന്താണ് നിനക്ക് സംഭവിച്ചത് എന്ന് എന്നോട് പറയാമോ, ഞാൻ അവളോട് ചോദിച്ചു. അരബെല്ല ലുക്ക്ഡ് അറ്റ് മീ, അരബെല്ല എന്നെ നോക്കി. ഷീ സെഡ്, അവൾ പറഞ്ഞു. ഐ ഡിഡിൻറ്റ് ബ്ലീഡ്, ബ്ലീഡ് എന്നാൽ രക്തസ്രാവം സംഭവിക്കുക, എനിക്ക് രക്തസ്രാവം സംഭവിച്ചില്ല. ഐ ഡിഡിൻറ്റ് അണ്ടർസ്റ്റാൻഡ്, എനിക്ക് മനസ്സിലായില്ല. ഐ സെഡ്, ഞാൻ പറഞ്ഞു. വാട്ട്, എന്ത്. ഐ ഹാഡ് നോ ഐഡിയ, എനിക്ക് അറിവില്ലായിരുന്നു. വാട്ട് ഷീ മെൻറ്റ്, അവൾ എന്താണ് ഉദ്ദേശിച്ചത്, അവൾ എന്താണ് പറഞ്ഞത് എന്ന് എനിക്ക് മനസ്സിലായിരുന്നില്ല. അരബെല്ല വാസ് എബൌട്ട് ടു എക്സ്പ്ലെയിൻ, എക്സ്പ്ലെയിൻ എന്നാൽ വിവരിക്കുക എന്നുള്ള അർത്ഥമാണ്. അരബെല്ല വിവരിക്കാനിരിക്കുകയായിരുന്നു. പക്ഷേ ബിഫോർ ഷീ കുഡ്, അവൾക്ക് കഴിയുന്നതിന് മുമ്പ്, അവൾക്ക് വിവരിക്കാൻ സാധിക്കുന്നതിന് മുമ്പ്. മൈ മദർ കെയിം, എൻ്റെ അമ്മ വന്നു. എബൌട്ട് ടു എന്നുള്ളതൊരു വളരെ പ്രധാനപ്പെട്ട ഒരു പ്രയോഗമാണ്. നമുക്ക് കൂടുതൽ ഉദാഹരണങ്ങൾ നോക്കാം. ഐ വാസ് എബൌട്ട് ടു ഗോ, ഞാൻ പോകാനിരിക്കുകയായിരുന്നു. ഐ വാസ് എബൌട്ട് ടു ഗോ, ഞാൻ
പോകാനിരിക്കുകയായിരുന്നു. ഉടനെ തന്നെ പോകും, തയ്യാറായിരിക്കുകയാണ്, അതാണ് അർത്ഥം. ഷീ വാസ് എബൌട്ട് ടു കം. അവൾ വരാനിരിക്കുകയായിരുന്നു. ദേ വേർ എബൌട്ട് ടു ക്ലോസ് ദ ഷോപ്പ്. അവർ കട അടക്കാനിരിക്കുകയായിരുന്നു. ഇങ്ങനെയൊക്കെ പറയാവുന്നതാണ്. ഷീ വോക്ക്ഡ് ഓവർ ടു അസ്. അവൾ ഞങ്ങളുടെ അടുത്തേക്ക് നടന്നു വന്നു. ഷീ ടോൾഡ് അരബെല്ല ടു ഗോ ബാക്ക് ടു ഹെർ ഹൗസ്. അവൾ അരബെല്ലയോട് അവളുടെ വീട്ടിലേക്ക് തിരിച്ചു പോകാൻ പറഞ്ഞു. ഐ ഫെൽറ്റ് ആംഗ്രി. എനിക്ക് ദേഷ്യം തോന്നി. ബിക്കോസ് കാരണം ഐ സ്റ്റിൽ ഡിഡിൻറ്റ് അണ്ടർസ്റ്റാൻഡ്. എനിക്ക് അപ്പോഴും മനസ്സിലായിരുന്നില്ല. എന്താണ് അരബെല്ലയ്ക്ക് സംഭവിച്ചത് എന്നുള്ളത് എനിക്ക് അപ്പോഴും മനസ്സിലായിരുന്നില്ല. അതുകൊണ്ട് എനിക്ക് ദേഷ്യം വന്നു. ആഫ്റ്റർ 6 months, 6 മാസങ്ങൾക്ക് ശേഷം അരബെല്ല ഗോട്ട് ഡിവോഴ്സ്ഡ്. അരബെല്ല വിവാഹമോചിതയായി 6 മാസങ്ങൾക്ക് ശേഷം. ദാറ്റ്സ് ഇറ്റ്. ദ സ്റ്റോറി ഈസ് ഓവർ. കഥ കഴിഞ്ഞു. വെൽ, ഓൾമോസ്റ്റ്. ഐ ഫോർഗോട്ട്. ഞാൻ മറന്നു. ടു മെൻഷൻ സംതിങ് ഇമ്പോർട്ടൻറ്റ്. പ്രധാനപ്പെട്ട ഒരു കാര്യം സൂചിപ്പിക്കാൻ ഞാൻ മറന്നു. ഐ ഫോർഗോട്ട് എന്നാൽ മറന്നു. ടു മെൻഷൻ സംതിങ് ഇമ്പോർട്ടൻറ്റ്. പ്രധാനപ്പെട്ട ഒരു കാര്യം സൂചിപ്പിക്കാൻ ഞാൻ മറന്നു. അരബെല്ലാസ് ഇൻലോസ്. അരബെല്ലയുടെ ഭർത്താവിൻ്റെ ബന്ധുക്കൾ ത്രൂ ഹെർ ഔട്ട് ഫോർ വൺ റീസൺ. ത്രോ ഔട്ട് എന്നാൽ പുറത്താക്കുക, പുറത്തെറിയുക, അതൊക്കെയാണ് അർത്ഥം. അതിൻ്റെ പാസ്റ്റാണ് ത്രൂ ഔട്ട്. പുറത്തേക്ക് എറിഞ്ഞു അല്ലെങ്കിൽ പുറത്താക്കി, ഇതൊക്കെയാണ് അർത്ഥം. അരബെല്ലയുടെ ഭർത്താവിൻ്റെ ബന്ധുക്കൾ ഒരു കാരണം കൊണ്ട് അവളെ വീട്ടിൽ നിന്നും പുറത്താക്കി. ഷീ വാസ് നോട്ട് എ വേർജൻ. വേർജൻ എന്നാൽ കന്യക. അവൾ ഒരു കന്യകയല്ലായിരുന്നു. ദാറ്റ് വാസ് ഇറ്റ്. അതായിരുന്നു കാര്യം. ദാറ്റ് വാസ് ദ ക്രൈം. അതായിരുന്നു കുറ്റകൃത്യം. ദാറ്റ് വാസ് ദ ഷെയിം. അതായിരുന്നു നാണം കെട്ട കാര്യം. ലൂസിങ് വെർജിനിറ്റി ബിഫോർ മാരേജ്. വിവാഹത്തിന് മുമ്പായിട്ട് കന്യകത്വം നഷ്ടപ്പെടുകയോ. ഹൗ ഡയർ ഷീ. അവൾക്ക് എങ്ങനെ ധൈര്യം വന്നു. ഹൗ ഡയർ എന്നാൽ എങ്ങനെ ധൈര്യം വന്നു. ഹൗ ഡയർ ഷീ. അവൾക്ക് എങ്ങനെ ധൈര്യം വന്നു. ഹൗ ഷെയിംലെസ്. എത്രമാത്രം നാണക്കേടായ കാര്യം. പീപ്പിൾ സെഡ്. ജനങ്ങൾ പറഞ്ഞു. വിവാഹത്തിന് മുമ്പ് കന്യകത്വം നഷ്ടപ്പെടുത്തുകയോ. അവൾക്ക് എങ്ങനെ ധൈര്യം വന്നു. എത്രമാത്രം മോശമായ കാര്യം. ജനങ്ങൾ ഇങ്ങനെ പറഞ്ഞു. വെൽ, ഹെർ ഫാദർ ഡൈഡ് വെൻ ഷീ വാസ് യങ്. അവൾക്ക് ചെറുപ്പമായിരുന്നപ്പോൾ അവളുടെ അച്ഛൻ മരണപ്പെട്ടു. ദിസ് ഈസ് വാട്ട് ഹാപ്പൻസ്. ഇതാണ് സംഭവിച്ചത്. ദിസ് ഈസ് വാട്ട് യു ഗെറ്റ് വെൻ യു സെൻഡ് ഗേൾസ് ടു കോളേജ്. ദിസ് ഈസ് വാട്ട് യു ഗെറ്റ്. ഇതാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്, ഇതാണ് നിനക്ക് ലഭിക്കുന്നത്. വെൻ യു സെൻഡ് ഗേൾസ് ടു കോളേജ്. പെൺകുട്ടികളെ കോളേജിലേക്ക് അയക്കുമ്പോൾ ഇതാണ് നിനക്ക് ലഭിക്കുന്നത്. ദിസ് ഈസ് വാട്ട് യു ഗെറ്റ്. ഇതാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. വെൻ യു ഗിവ് ദം ഫ്രീഡം. അവർക്ക് സ്വാതന്ത്ര്യം നൽകുന്ന സമയത്ത് ഇതാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. ഈവൻ ഹിയർ ഇൻ അമേരിക്ക. ഇവിടെ അമേരിക്കയിൽ പോലും ദർ ആർ സ്റ്റിൽ കൗണ്ട്ലെസ് വേയ്സ് പീപ്പിൾ ജഡ്ജ് വെദർ യു ആർ പ്യുവർ ഓർ നോട്ട്. കൗണ്ട്ലെസ് എന്നാൽ എണ്ണമറ്റ. പ്യുവർ എന്നാൽ കലർപ്പില്ലാത്ത. വെദർ എന്നാൽ ഇവിടെ ആണയോ അല്ലയോ എന്നുള്ള അർത്ഥമാണ്. 2 ഓപ്ഷനുണ്ട്, അതാണ് വെദർ എന്ന് നൽകിയിട്ടുള്ളത്. ഇവിടെ അമേരിക്കയിൽ പോലും ഒരാൾ ശുദ്ധനാണോ അല്ലയോ എന്ന് വിധിക്കാൻ ആളുകൾ ഇന്നും അനവധി മാനദണ്ഡങ്ങൾ ഉപയോഗിക്കുന്നു. ജഡ്ജ് എന്നാൽ വിധിക്കുക. ഇൻ സം ഏരിയാസ്. ചില പ്രദേശങ്ങളിൽ, ചില ഭാഗങ്ങളിൽ ദ വൈറ്റ് ബെഡ്ഷീറ്റ് ടെസ്റ്റ് സ്റ്റിൽ എക്സിസ്റ്റ്. എക്സിസ്റ്റ് എന്നാൽ നിലനിൽക്കുക. സ്റ്റിൽ എന്നാൽ ഇപ്പോഴും. ചില പ്രദേശങ്ങളിൽ ഇപ്പോഴും വെളുത്ത ബെഡ്ഷീറ്റ് ഉപയോഗിച്ചുള്ള കന്യകത്വ പരിശോധന എന്ന ആചാരം തുടരുന്നു. ഇഫ് യു ഡോണ്ട് ബ്ലീഡ്. നിങ്ങൾക്ക് രക്തം വന്നിട്ടില്ലെങ്കിൽ. ഓൺ യുവർ വെഡിങ് നൈറ്റ്. നിങ്ങളുടെ വിവാഹരാത്രി നിങ്ങൾക്ക് രക്തം വന്നിട്ടില്ലെങ്കിൽ. യു ഫെയിൽ. നിങ്ങൾ പരാജയപ്പെടുന്നു. യു ഡോണ്ട് ഗെറ്റ് യുവർ അപ്രൂവൽ. നിങ്ങൾക്ക് നിങ്ങളുടെ അനുമതി ലഭിക്കുകയില്ല, അംഗീകാരം ലഭിക്കുകയില്ല. യു ഡോണ്ട് ഗെറ്റ് യുവർ വാലിഡേഷൻ. വാലിഡേഷൻ എന്നാൽ അംഗീകാരം. നിങ്ങൾക്ക് വേണ്ട അംഗീകാരം ലഭിക്കില്ല. യു ആർ ലേബൽഡ്. നിങ്ങളെ മുദ്ര കുത്തുന്നു. നിങ്ങളെ ഒരു പ്രത്യേക പേരിൽ വിലയിരുത്തുന്നു. ഇതാണ് അർത്ഥം. ഒരു പ്രത്യേക വിഭാഗത്തിൽപ്പെടുത്തുന്നു. ഇതൊക്കെയാണ് അർത്ഥം. യു ആർ ഷെയിംഡ്. നിങ്ങൾ അപമാനിക്കപ്പെടുന്നു. യു ആർ സെൻഡ് അവേ. ഒടുവിൽ നിങ്ങളെ അവിടെ നിന്ന് പറഞ്ഞയക്കുകയും ചെയ്യും. നിങ്ങളുടെ കന്യകത്വ പരിശോധനയിൽ നിങ്ങൾ പരാജയപ്പെട്ടാൽ ഇതൊക്കെയാണ് സംഭവിക്കുക. പക്ഷേ ദ ക്വസ്റ്റ്യൻ വാസ് നെവർ വെദർ അരബെല്ല വാസ് എ വേർജൻ ഓർ നോട്ട്. പക്ഷെ ചോദ്യം ഒരിക്കലും അരബെല്ല കന്യകയാണോ അല്ലയോ എന്നുള്ളതല്ല. ദ റിയൽ ക്വസ്റ്റ്യൻ വാസ് വെദർ ഷീ വാസ് പ്യുവർ. ശരിയായിട്ടുള്ള ചോദ്യം, യഥാർത്ഥ ചോദ്യം അവൾ ശുദ്ധയായിരുന്നോ എന്നതായിരുന്നു.
ആൻഡ് ഹൂ ഗെറ്റ്സ് ടു ഡിസൈഡ് ദാറ്റ്? സൊസൈറ്റി. ഡിസൈഡ് എന്നാൽ തീരുമാനിക്കുക, ഹൂ എന്നാൽ ആര്. അത് തീരുമാനിക്കുവാനുള്ള അവകാശം ആർക്കാണ്? അതിനുള്ള അധികാരം ആർക്കാണ്? ഓൾവേസ് സൊസൈറ്റി. എപ്പോഴും സമൂഹത്തിനാണോ? യു നോ, നിങ്ങൾക്കറിയാമോ? അവർ ഹോൾ ലൈഫ്സ് വി ട്രൈ ടു ബി ഗുഡ്. നമ്മുടെ ജീവിതകാലം മുഴുവൻ നമ്മൾ നല്ലവരായി ജീവിക്കാൻ ശ്രമിക്കുന്നു. അവർ ഹോൾ ലൈഫ്സ് എന്നാൽ നമ്മുടെ ജീവിതകാലം മുഴുവൻ വി ട്രൈ നമ്മൾ ശ്രമിക്കുന്നു ടു ബി ഗുഡ് നല്ല വ്യക്തിയാവാൻ നമ്മൾ ശ്രമിക്കുന്നു. ഗുഡ് ഡോട്ടർ നല്ല മകളാകാൻ ശ്രമിക്കുന്നു. ഗുഡ് സിസ്റ്റർ നല്ലൊരു സഹോദരിയാകാൻ ശ്രമിക്കുന്നു. ഗുഡ് വൈഫ് നല്ലൊരു ഭാര്യയാകാൻ ശ്രമിക്കുന്നു. ഗുഡ് ഫ്രണ്ട് നല്ല ഒരു സുഹൃത്താകാൻ ശ്രമിക്കുന്നു. ഗുഡ് ലവർ നല്ലൊരു ലവറാകാൻ ശ്രമിക്കുന്നു. പക്ഷേ വി ഫോർഗെറ്റ് നമ്മൾ മറന്നു പോകുന്നു ദാറ്റ് റിലേഷൻഷിപ്സ് കം ആൻഡ് ഗോ ബന്ധങ്ങൾ വരുകയും പോകുകയും ചെയ്യും. പക്ഷേ അങ്ങനെയൊക്കെയാണെങ്കിലും ബന്ധങ്ങൾ വരുകയും പോകുകയും ചെയ്യുമെന്ന കാര്യം നമ്മൾ മറന്നു പോകുന്നു. നമ്മൾ നല്ലൊരു സഹോദരിയാകാൻ ശ്രമിക്കുന്നു, നല്ല ഭാര്യയാകാൻ ശ്രമിക്കുന്നു, നല്ല മകളാകാൻ ശ്രമിക്കുന്നു. ഇങ്ങനെയൊക്കെയാണെങ്കിലും പക്ഷേ ബന്ധങ്ങൾ വരുകയും പോകുകയും ചെയ്യുമെന്ന കാര്യം നമ്മൾ മറന്നു പോകുന്നു. പീപ്പിൾ കം ആൻഡ് ഗോ ആളുകൾ വരുകയും പോകുകയും ചെയ്യുന്നു. ബട്ട് ഫസ്റ്റ് പക്ഷേ ആദ്യമായി വി ഹാവ് ടു ബി ഗുഡ് ഹ്യൂമൻസ്. വി ഹാവ് ടു ബി നമ്മൾ ആയിരിക്കേണ്ടതുണ്ട് ഗുഡ് ഹ്യൂമൻസ്. നമ്മൾ നല്ല മനുഷ്യരാകേണ്ടതുണ്ട്. വി ഹാവ് ടു ബി ഗുഡ് ഹ്യൂമൻസ് നമ്മൾ നല്ല മനുഷ്യരായിരിക്കണം. വി ട്രൈഡ് നമ്മൾ ശ്രമിച്ചു. സോ ഹാർഡ് വളരെ കഠിനമായി നമ്മൾ ശ്രമിച്ചു. ടു മേക്ക് എവരി വൺ ഹാപ്പി എല്ലാവരെയും സന്തോഷിപ്പിക്കാൻ വേണ്ടി നമ്മൾ പരിശ്രമിച്ചു. പക്ഷേ നോ വൺ വാസ് സാറ്റിസ്ഫൈഡ് പക്ഷേ അതുകൊണ്ട് ആരും തൃപ്തരായില്ല. എല്ലാവരെയും സന്തോഷിപ്പിക്കാൻ നമ്മൾ വളരെയധികം ശ്രമിച്ചു. പക്ഷേ ആരും സംതൃപ്തരായില്ല. നോട്ട് അവർ ഫാമിലീസ്, നോട്ട് അവർ പാർട്ട്നേഴ്സ്, നോട്ട് അവർ ലവേഴ്സ്, നോട്ട് സൊസൈറ്റി. യുവർ റെപ്യൂട്ടേഷൻ ക്യാൻ ബി ഡിസ്ട്രോയിഡ് ഇൻ എ സിംഗിൾ മൊമെൻറ്റ്. ഫാമിലീസ് കുടുംബങ്ങൾ, പാർട്ട്നേഴ്സ് ജീവിത പങ്കാളികൾ, ലവേഴ്സ് പ്രണയിക്കുന്നവർ അല്ലെങ്കിൽ പ്രണയിനികൾ, സൊസൈറ്റി സമൂഹം, റെപ്യൂട്ടേഷൻ സൽപ്പേര് പ്രശസ്തി, ഡിസ്ട്രോയ് എന്നാൽ നശിപ്പിക്കുക എന്നുള്ള അർത്ഥം, തകർന്നു പോകുക. ക്യാൻ ബി ഡിസ്ട്രോയിഡ് നശിപ്പിക്കപ്പെട്ടേക്കാം, തകർന്നു പോയേക്കാം, ഇതൊക്കെയാണ് അർത്ഥം. ഇൻ എ സിംഗിൾ മൊമെൻറ്റ് ഒരു നിമിഷം കൊണ്ട്. നമ്മുടെ ബന്ധുക്കളല്ല, നമ്മുടെ ജീവിത പങ്കാളികളോ അല്ല, നമ്മുടെ പ്രണയിനികളോ അല്ല, സമൂഹവുമല്ല, ഇവരാരെയും പൂർണ്ണമായിട്ട് തൃപ്തിപ്പെടുത്താൻ സാധിക്കുകയില്ല. നിങ്ങളുടെ സൽപ്പേര് ഒരു നിമിഷം കൊണ്ട് തകർന്നു പോയേക്കാം. ആളുകളും ബന്ധങ്ങളും ശാശ്വതമല്ല. അതിനാൽ എല്ലാവരെയും സന്തോഷിപ്പിക്കാൻ ശ്രമിക്കുന്നതിനേക്കാൾ നല്ലത് നല്ല മനുഷ്യരായി ജീവിക്കുക എന്നുള്ളതാണ്. അതാണ് പ്രധാനം. സമൂഹത്തിൻ്റെ നമ്മളെക്കുറിച്ചുള്ള അഭിപ്രായവും ഒരാളുടെ സൽപ്പേരും വളരെ പെട്ടെന്ന് മാറിപ്പോകാൻ സാധ്യതയുണ്ട്. ഒരു നിമിഷം കൊണ്ട് നമ്മുടെ അന്തസ്സ്, നമ്മുടെ സൽപ്പേര് മാറിപ്പോയേക്കാം, നശിപ്പിക്കപ്പെട്ടേക്കാം. വൺ മിസ്റ്റേക്ക് ഒരു തെറ്റ്, ആൻഡ് എവറിത്തിങ് യു ബിൽറ്റ് ഈസ് ഗോൺ. ഒരു തെറ്റ് സംഭവിച്ചാൽ മതി, നിങ്ങൾ കെട്ടിപ്പടുത്തതെല്ലാം നഷ്ടമാകും. ഇതുവരെ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള സൽപ്പേരുകളെല്ലാം നഷ്ടമായേക്കും. അരബെല്ല വാസ് നെവർ മൈ എനിമി. അരബെല്ല ഒരിക്കലും എൻ്റെ ശത്രുവായിരുന്നില്ല. ഷീ വാസ് മൈ ഫ്രണ്ട്. അവൾ എൻ്റെ സുഹൃത്തായിരുന്നു. ഷീ ടോട്ട് മീ ദാറ്റ്. അവൾ എന്നെ പഠിപ്പിച്ചു. സംവൺസ് ഒപ്പീനിയൻ ഒരാളുടെ അഭിപ്രായം ക്യാൻ നെവർ ഡിഫൈൻ യുവർ ക്യാരക്ടർ. ഡിഫൈൻ എന്നാൽ നിർവചിക്കുക. ആരുടെയെങ്കിലും അഭിപ്രായം നിങ്ങളുടെ യഥാർത്ഥ വ്യക്തിത്വത്തെയോ സ്വഭാവത്തെയോ ഒരിക്കലും നിർണ്ണയിക്കുന്നില്ല എന്ന് അവൾ എന്നോട് പറഞ്ഞു. അവൾ എന്നോട് പഠിപ്പിച്ചു തന്നു. ഷീ ടോൾഡ് മീ. അവൾ എന്നോട് പറഞ്ഞു. സംവൺസ് ഒപ്പീനിയൻ മറ്റൊരാളുടെ അഭിപ്രായം ക്യാൻ നെവർ ഡിഫൈൻ ഒരിക്കലും നിർവചിക്കാനോ നിർണ്ണയിക്കാനോ കഴിയില്ല. യുവർ ക്യാരക്ടർ നിങ്ങളുടെ സ്വഭാവം, വ്യക്തിത്വം. ഓൺലി യു ക്യാൻ ഡു ദാറ്റ്. അത് നിർണ്ണയിക്കാൻ കഴിയുന്നത് നിനക്ക് മാത്രമാണ്. ഐ ഫെൽറ്റ് പ്രൗഡ് ഓഫ് ഹർ. ഞാൻ അവളിൽ അഭിമാനിക്കുന്നു. അവളെ ഓർത്ത് ഞാൻ അഭിമാനം കൊള്ളുന്നു. മറ്റൊരാളുടെ അഭിപ്രായം ഒരിക്കലും നിൻ്റെ സ്വഭാവത്തെ നിർവചിക്കുന്നില്ല എന്ന് അവൾ എന്നോട് പറഞ്ഞു. അവൾ എനിക്ക് പഠിപ്പിച്ചു തന്നു. അത് നിർവചിക്കാൻ കഴിയുന്നത് നിനക്ക് മാത്രമാണ്. അത് കേട്ടപ്പോൾ എനിക്ക് അവളെക്കുറിച്ച് അഭിമാനം തോന്നി. ഫെൽറ്റ് എന്നാൽ തോന്നി, പ്രൗഡ് എന്നാൽ അഭിമാനം. ഷീ ഫോട്ട് ഫോർ ഹെർ സെൽഫ്. അവൾ അവളെ സ്വയം രക്ഷിക്കാൻ പോരാടി. അവൾ അവളെ സംരക്ഷിക്കാൻ പോരാടി. ഫോട്ട് എന്നാൽ പോരാടി എന്നുള്ള അർത്ഥം. ഫോർ ഹെർ സെൽഫ് എന്നാൽ അവൾക്ക് വേണ്ടി,
അവൾക്ക് വേണ്ടി തന്നെ. ദർ ആർ ഉണ്ട് മെനി മെഡിക്കൽ റീസൺസ് വൈദ്യശാസ്ത്രപരമായ ഒരുപാട് കാരണങ്ങളുണ്ട്. വൈ എന്തുകൊണ്ടാണ് വൈ വിമൻ ഡോണ്ട് ബ്ലീഡ് ഓൺ ദെയർ ഫസ്റ്റ് നൈറ്റ്. വിമൻ എന്നാൽ സ്ത്രീകൾ, ബ്ലീഡ് എന്നാൽ രക്തം വരിക. ആദ്യ രാത്രിയിൽ സ്ത്രീകൾക്ക് രക്തസ്രാവം ഉണ്ടാകാതിരിക്കാൻ പല വൈദ്യശാസ്ത്രപരമായ കാരണങ്ങളുണ്ട്. ആൻഡ് നൺ ഓഫ് ദം ഹാവ് എനിത്തിങ് ടു ഡു വിത്ത് ഹൂ എ വുമൺ റിയലി ഈസ്. അവയിൽ ഒന്നിനും വൈദ്യശാസ്ത്രപരമായിട്ടുള്ള ഒരുപാട് കാരണങ്ങളുണ്ട്. അവയിൽ ഒന്നിനും ഒരു സ്ത്രീ യഥാർത്ഥത്തിൽ ആരായിരുന്നു എന്നതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ആ കാരണങ്ങളിലൊന്നും ഒരു സ്ത്രീയുടെ യഥാർത്ഥ വ്യക്തിത്വത്തെയോ മൂല്യത്തെയോ നിർണ്ണയിക്കുന്നില്ല. നൺ ഓഫ് ദം എന്നാൽ അവയിൽ ഒന്നും, ഹാവ് എനിത്തിങ് ടു ഡു വിത്ത് എന്നാൽ യാതൊരു ബന്ധവുമില്ല. സോ അതുകൊണ്ട് ബിഫോർ യു ജഡ്ജ്, നിങ്ങൾ വിധി പറയുന്നതിന് മുമ്പ്, നിങ്ങൾ തീരുമാനിക്കുന്നതിന് മുമ്പ്, മേ ബി ടേക്ക് എ മൊമെൻറ്റ്, ഒരു നിമിഷമെടുക്കുക, ആൻഡ് ലേൺ ദ ട്രൂത്ത്, എന്നിട്ട് സത്യം മനസ്സിലാക്കുക. ആയതുകൊണ്ട് ആരെയെങ്കിലും വിധിക്കുന്നതിന് മുമ്പ് ഒരു നിമിഷം സമയമെടുത്ത് സത്യം മനസ്സിലാക്കാൻ ശ്രമിക്കുക. സോ എന്നാൽ ആയതുകൊണ്ട്, ബിഫോർ യു ജഡ്ജ് എന്നാൽ നിങ്ങൾ വിലയിരുത്തുന്നതിന് മുമ്പ്, നിങ്ങൾ വിധിക്കുന്നതിന് മുമ്പ്, മേ ബി ടേക്ക് എ മൊമെൻറ്റ്, ഒരു നിമിഷം സമയമെടുക്കൂ, അല്പനേരം ചിന്തിക്കൂ, ഇതൊക്കെയാണ് അർത്ഥം. ലേൺ ദ ട്രൂത്ത്, സത്യം മനസ്സിലാക്കുക, യഥാർത്ഥ സത്യം അന്വേഷിക്കുക.